നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ ആയിരുന്ന ഉസ്താദ് അവരുടെ 40 വഫാത്തിൻ്റെ ശേഷമുള്ള 40ാമത്തെ ദിവസം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചു കൊണ്ടുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ ഷരീഫാജിനെ പോലെയുള്ള ഇഷ്ട ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ മറ്റ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എക്കോ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കളട്ടോ. എക്കോ വേണ്ട. ഇഷ്ടജനങ്ങൾ, സഹോദരന്മാർ, പ്രിയപ്പെട്ട നമ്മളുടെ മുതഅല്ലിം സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇജ്തിമാഇനെ, ഈ മജ്ലിസിനെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഈ മുബാറക്കായ മജ്ലിസിൽ നിങ്ങളോടൊപ്പം വന്നു ചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിന് തൗഫീഖ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ അങ്ങേയറ്റം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതിന് അവസരം നൽകിയ നമ്മുടെ സംഘാടകർ, അവരെ നന്ദി രേഖപ്പെടുത്തുകയാണ്, അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട താക്ക ഉസ്താദിൻ്റെ വഫാത്ത് മാത്രമല്ല, ഈ അടുത്ത കാലത്തായി നമ്മളിൽ നിന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് നേതൃത്വം വഹിച്ചിരുന്ന, അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന മഹാന്മാരായ നിരവധി പണ്ഡിതന്മാർ നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. അടുത്തായി നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ്, അതുപോലെ നമ്മുടെ വിത്തബൈൽ ഉസ്താദ്, CM ഉസ്താദ്, സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ AP ഉസ്താദ് കുമരംപുത്തൂർ, അങ്ങനെ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിൻ്റെയൊക്കെ വഫാത്ത് നമ്മളെത്രമാത്രം വേദനിപ്പിച്ചു. അങ്ങനെ കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞിട്ടുള്ള മഹത്തുക്കൾ, അവരൊക്കെ ഉലായിക ആബായി ഫജിഇനി ബിമിസ്ലിഹിം, അവരൊക്കെ നമ്മളുടെ ആബാ ആണ്. നമ്മളുടെ പിതാക്കന്മാരാണ് അവരൊക്കെ നമ്മളുടെ ഉസ്വത്താണ്. നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ള മഹത്തുക്കളാണ്.
നമ്മൾക്കിനി അധ്വാനിക്കണം. നമ്മൾക്കിനി കൂടുതൽ ഹർക്കത്ത് വേണം. സുക്കൂന് പോരാ. ഹറക്കത്ത്, ഫത്ഹ്, കസ്ർ, ലമ്മ് മൂന്നെണ്ണം കഴിഞ്ഞിട്ടാണ് സുക്കൂന്. അപ്പം മഹാഭൂരിപക്ഷം ഹർക്കത്തിനാണ്. സുക്കൂന് വേണം. മൗനമാകേണ്ട സ്ഥലത്ത് നമ്മൾ മൗനികളാവണം. അവിടെ ഹർക്കത്ത് പറ്റൂല. മൗനമാകേണ്ട പല സ്ഥലങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും മൗനികളാവുക എന്നത് മഹത്വമാണ്. എപ്പോഴും ഹർക്കത്ത് അത് പാടില്ല. പക്ഷേ നമ്മൾ മുതഹരിക്കാവണം. നമ്മൾ ചലിക്കണം, നമ്മൾ സഞ്ചരിക്കണം, നമ്മൾ യാത്ര ചെയ്യണം. നമ്മളുടെ യാത്ര നീണ്ട യാത്രയാണ്. ഇത് ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി വെച്ച യാത്രയാണ്. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി വെച്ച യാത്ര നമ്മളുടെ പിതാക്കന്മാരുടെ മുതുകിലൂടെ ആത്മീയമായ സഞ്ചാരം, ആത്മീയമായ യാത്ര നമ്മൾ ചെയ്തു. പിതാക്കന്മാരുടെ മുതുകിലൂടെ സഞ്ചരിച്ച് 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 നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ പിതാക്കന്മാരുടെ മുതുകിലെത്തി. മാതാവിൻ്റെ ഗർഭാശയത്തിലൂടെ ഈ ഭൂലോകത്തേക്ക് നമ്മൾ പിറന്നു വീണു. കുഞ്ഞായി ജനിച്ചു, കുട്ടിയായി വളർന്നു, പ്രായപൂർത്തിയായി. പ്രായപൂർത്തിയാവാത്തവരുണ്ട്, ആയവരുണ്ട്. നമുക്ക് ശാരീരികമായ പ്രായപൂർത്തി, ബുലൂഗ്, അത് ശാരീരികമായി പ്രായപൂർത്തി ആകുന്നതിൻ്റെ മുമ്പ് തന്നെ മാനസികമായി ആത്മീയമായി പ്രായപൂർത്തിയായവരുണ്ട്. ചിലരോ ശാരീരികമായി പ്രായപൂർത്തിയാകുന്നതിനോടൊപ്പം മാനസികമായി പ്രായപൂർത്തിയാകുന്നവരുണ്ട്. മറ്റ് ചിലർ എത്ര വയസ്സായാലും കുട്ടി തന്നെ, ബലൂഗാവൂല. കുട്ടിത്വം അവനിൽ നിന്ന് വിട്ടുപോകൂല. എപ്പോഴും കുട്ടികളുടെ സ്വഭാവം, ആ രീതി ശരിയാവൂല. നമുക്ക് പ്രായപൂർത്തിയാവണം. ഉത്തരവാദിത്ത ബോധം നമ്മൾക്കുണ്ടാവണം. ആ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നമ്മളുടെ വ്യക്തിജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, ഇതിലൊക്കെ നമ്മൾ ഒരു വ്യക്തിത്വം നമ്മൾക്കുണ്ടാവണം. ഉത്തരവാദിത്ത ബോധം നമ്മൾക്കുണ്ടാവണം. ആ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഇവിടെ ജീവിക്കണം. ഈ യാത്ര, ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ പിറന്നു വീടുന്നതിൻ്റെ ശേഷമുള്ള നമ്മുടെ ഈ യാത്ര, അത് ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഒരു യാത്രയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ. പ്രായപൂർത്തിയായവരോടാണ് പറയുന്നത്. അല്ലാത്ത ഈ കുഞ്ഞുമക്കളോട് നിങ്ങളതിലേക്ക് കാലെടുത്തു വെക്കാൻ പോവുകയാണ്. ആ ഉത്തരവാദിത്ത ബോധം നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, എന്നെ സൃഷ്ടിച്ചവൻ എൻ്റെ റബ്ബ്,
എന്തിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചത്? ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്? എൻ്റെ റബ്ബ് എന്നിലേക്കൊരു പ്രത്യേക ദൂതന്മാരെ അയച്ചു. അവൻ്റെ പ്രത്യേക നിയമവ്യവസ്ഥകൾ എനിക്ക് നൽകി. അതിൽ മഅ്മൂറാത്തുകളുണ്ട്, കൽപ്പനകളുണ്ട്. അതിൽ മൻഹിയാത്തുകളുണ്ട്, നിരോധനങ്ങളുണ്ട്. അനുവദനീയമായ കാര്യങ്ങളുണ്ട്, അല്ലാത്തവയുണ്ട്. സമഗ്രമായ ഒരു നിയമവ്യവസ്ഥിതി. ആ നിയമവ്യവസ്ഥിതി ഒന്നാമതായി തുടങ്ങുന്നത് എന്നിൽ നിന്നാണ്. ഞാനായെങ്കിൽ മാത്രമേ, എൻ്റെ വ്യക്തി ജീവിതം നന്നായെങ്കിൽ മാത്രമേ ഈ സമൂഹം നന്നാവുകയുള്ളൂ എന്നൊരു ബോധം അവനിക്ക് വേണം. ഒരു ബിൽഡിങ്ങിന് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉറപ്പുള്ള കല്ലുകൾ, ഉറപ്പുള്ള പാറയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത കല്ലുകളാണ് നമ്മൾ കൊടുന്ന് അത് സംഘടിപ്പിച്ച് അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ, ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ് അവൻ്റെ വ്യക്തി ജീവിതം. അതിൻ്റെ പാറ ഉറപ്പുള്ളതായിരിക്കണം, അതിൻ്റെ കല്ലുകൾ നല്ല ഉറപ്പുള്ളതാവണം. അതവൻ്റെ ശുദ്ധമായ അവൻ്റെ ജീവിതമാണ്. അവൻ്റെ ജീവിതം നന്നാവണം. അവൻ്റെ ജീവിതം ആത്മാർത്ഥതയുള്ള ജീവിതമായിരിക്കണം. ആ ജീവിതത്തിൽ നിന്ന്, ശുദ്ധിയുള്ള ജീവിതത്തിൽ നിന്ന് ഉടലെടുക്കണം അവൻ്റെ ജീവിതത്തിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ. പിന്നെ ഈ സമൂഹം, പിന്നീടാണ് അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഒരു വ്യക്തി സ്വന്തം നന്നായി കഴിഞ്ഞാൽ ശുദ്ധമായ ഒരു ജീവിതം, ഒരു ജീവിത രീതി, ഒരു ജീവിത ശൈലി, ഒരു മാതൃകാപരമായ ജീവിത ശൈലി, അത് തസന്നു ആകാൻ പാടില്ല. ആ മാതൃകാപരമായ ജീവിത രീതി അതൊരു അഭിനയമാകാൻ പാടില്ല. ആത്മാർത്ഥതയുടെ ആ ഫൗണ്ടേഷനിൽ നിന്ന് പടുത്തുയർത്തിയതായിരിക്കണം അവൻ്റെ ആ മാതൃകാപരമായ ജീവിത രീതി. അങ്ങനെ വരുമ്പോൾ ഒരേ ജീവിത രീതി തന്നെ, ഒരേ ജീവിത രീതി തന്നെ ഒരാളിൽ നിന്നുണ്ടായാൽ അത് പിൻപറ്റാൻ ജനങ്ങൾ തയ്യാറാവും. അതേ ജീവിത രീതി തന്നെ മറ്റൊരാളിൽ നിന്നുണ്ടായാലോ ആർക്കും അത് വേണ്ട. ഒരേ ചരക്ക്, ആ ചരക്ക് ആൾക്കനുസരിച്ച് അതിൻ്റെ വീര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കബൂലിയത്ത് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു ജീവിത രീതിയും അങ്ങനെയുള്ള ഒരു ജീവിത രീതി ഉണ്ടായാൽ ഹാലു റജുലിൻ വാഹിദിൻ ഫീ ഇസ്ലാഹി അൽഫി റജുലിൻ ഖൈറും മിൻ ഹാലി അൽഫി റജുലിൻ ഫീ ഇസ്ലാഹി റജുലിൻ വാഹിദ്. മഹാന്മാരുടെ ഉദ്ധരിയാണ്. അവർ പറയുന്നു, ഒരാളുടെ ജീവിത രീതി നന്നായാൽ അത് 1000 ആളെ നന്നാക്കും. ഒരാളെ നന്നാക്കാൻ വേണ്ടി 1000 ആളുകളുടെ മിൻ വഅദി അൽഫി റജുൽ ഹാലു റജുലിൻ വാഹിദിൻ ഫീ ഇസ്ലാഹി അൽഫി റജുലിൻ ഖൈറുൻ മിൻ വഅദി അൽഫി റജുലിൻ ഫീ ഇസ്ലാഹി റജുലിൻ വാഹിദ്. ഒരാളെ നന്നാക്കുന്നതിന് വേണ്ടി 1000 ആളുകൾ വാചാലമായി പ്രസംഗിക്കുന്നതിനേക്കാൾ
കൂടുതൽ ഫലം ചെയ്യും. 1000 ആളുകളെ നന്നാക്കാൻ ഒരാളുടെ ജീവിത രീതി, ആത്മാർത്ഥതയിൽ ഉടലെടുത്തിട്ടുള്ള ജീവിത രീതി. അതുകൊണ്ട് മാതൃകാപരമായ ജീവിത രീതിയായിരുന്നു നമ്മളുടെ മഹത്തുക്കളാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അടുത്ത കാലത്തും അതിൻ്റെ മുമ്പും മൺമറഞ്ഞു പോയിട്ടുള്ള മഹത്തുക്കൾ. അതിൽപ്പെട്ട ഒരു ഉന്നത വ്യക്തിത്വത്തിൻ്റെ, ശഖ്സിയ്യത്തിൻ്റെ ഉടമയായിരുന്നു നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ്. അദ്ദേഹം വലിയ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. ആലിക്കുട്ടി ഉസ്താദിനെ പറ്റി പറയുന്നത് പോലെ ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഗൾഫ് നാടുകളിൽ ആയിരുന്ന കാലഘട്ടത്തിൽ വലിയ സാമൂഹ്യ പ്രവർത്തകനും മത സംഘടനാ പ്രവർത്തകനുമായിരുന്നു. ഗൾഫ് ജീവിതം അവസാനിച്ച് നാട്ടിൽ വന്നതിൻ്റെ ശേഷവും അതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ ഇൽമിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനം ഈ കാശിപട്ടണം എന്ന ഈ സ്ഥലത്ത്, ദാറുന്നൂർ എന്ന് പറയുന്ന ഈ സ്ഥാപനം, അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്നും ആത്മാർത്ഥമായ ഇൽമിനോടുള്ള മഹബത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ അൻസാറുകളായിട്ടുള്ള ഒരുപാട് സഹായികൾ, അവരുടെയൊക്കെ ആത്മാർത്ഥതയിൽ നിന്നും ഇഖ്ലാസിൽ നിന്നും ഇൽമിനോടുള്ള അവരുടെ താല്പര്യത്തിൽ നിന്നും ഉടലെടുത്ത സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം ഇനിയും ഒരുപാട് വളരുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഹനീഫാജി ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ ചോദിച്ചു യാത്രയിൽ, എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമുണ്ടായത്. വളരെ ആത്മാർത്ഥമായ ഒരു ചിന്തയിൽ നിന്ന്, ഒരു നിയ്യത്തിൽ നിന്ന് ആണ് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ 5 ഏക്കർ സ്ഥലം അത് 13 ഏക്കറയായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനിയും സ്ഥലമുണ്ട്, കിട്ടണത്ര നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് സംഘടിപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇവിടെ ഇത് വലിയ സ്ഥാപനമായി മാറണം. വലിയ സ്ഥാപനം തന്നെയാണ്, ഇനിയും ഒരുപാട് വളരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഗൾഫിലുള്ള, നാട്ടിലുള്ള സഹോദര സഹോദരിമാരോട് പ്രത്യേകമായി പറയാനുള്ളത്, ഇത് വലിയ ഒരു മുബാറക്കായ സ്ഥാപനമാണ്. നിങ്ങൾ എന്തെങ്കിലും ഇതിന് സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിനുള്ള സഹായമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ സഹായിക്കും. നമ്മൾക്കത് വലിയ പുണ്യകർമ്മമായി മാറും, വലിയ ബർക്കത്താകും. എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. മഹാനായ താക്ക ഉസ്താദിൻ്റെ ചിരകാല അഭിലാഷം, അദ്ദേഹത്തിൻ്റെ താല്പര്യം, അതേ പ്രകാരം തന്നെ അദ്ദേഹത്തെ സഹായിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും എല്ലാവരും, അവരെല്ലാവരുടെയും താല്പര്യവും ആഗ്രഹവും പൂർത്തീകരിച്ച് നമ്മൾക്കിവിടെ വലിയ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, മത ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ, അതോടൊപ്പം തന്നെ ഒരു വിദ്യാഭ്യാസം എന്നുള്ളൊരു അഭ്യാസം മാത്രമല്ല, ആത്മീയത മുറ്റി നിൽക്കുന്ന
ആത്മാർത്ഥതയുടെയും ആത്മീയതയുടെയും ഒരു കേന്ദ്രമായിക്കൊണ്ടുള്ള മതഭൗതിക വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഇവിടെ ഉയർന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇതിന് നേതൃത്വം വഹിക്കുന്ന നമ്മളുടെ കമ്മിറ്റി ഭാരവാഹികൾ, സഹായികൾ, അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വന്യരായ ഉസ്താദന്മാരുണ്ട്. ആ ഉസ്താദന്മാർക്കൊക്കെ അവരുടെ ഇൽമിൻ്റെ പ്രകാശം അവരുടെ വഫാത്ത് വരെ കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ, ഇവരൊക്കെ ഭാവി നമ്മളൊക്കെ ഇവിടുന്ന് പോകും. മക്കളെ, എന്താ നിങ്ങളുടെ അവസ്ഥ? ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകും. ഞങ്ങളൊക്കെ പോകാൻ നിൽക്കുക. കണ്ടൂടെ, നിങ്ങൾക്ക് വയസ്സന്മാരായില്ലേ? നിങ്ങളൊക്കെ ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നേതൃസ്ഥാനത്ത് വന്ന് നിങ്ങളൊക്കെ നല്ല നമ്മളുടെ ദീനിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഈ സമൂഹത്തിൻ്റെ ഉത്തമ പ്രവർത്തകന്മാരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെ ദുആനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൽമിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല നല്ല ആക്കിബത്ത് മഹ്മൂദത്ത് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളുടെ മഹത്തുക്കളോടുകൂടെ ജന്നാത്തുൻ നഈം ബഹുമാനപ്പെട്ട താക്ക ഉസ്താദിനോടുകൂടെ സമസ്തയുടെ സമുന്നതരായ നേതാക്കളോടുകൂടെ മഹാത്മാക്കളോടുകൂടെ മഹാന്മാരോടുകൂടെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ ഈ ഒത്തുചേരലിനെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇതിന് സാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹറക്കാത്ത് സഖനാത്തുകളൊക്കെ നിൻ്റെ പൊരുത്തത്തിലാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിലും ഫായിസീങ്ങളിലും ഉൾപ്പെടുത്തണം തമ്പുരാനെ. ഖുദ്ലാനിൻ്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് തമ്പുരാനെ. അഷ്ഖിയായിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് തമ്പുരാനെ. നിൻ്റെ തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ. ആക്കിബത്ത് നീ ഖൈറാക്കി തരണം തമ്പുരാനെ. ഈ ഇവിടുന്ന് നീ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് അല്ലാഹുവേ, പരിപൂർണമായ നിഷ്കളങ്കമായ തൗബ ചെയ്ത് പരിപൂർണമായ ഈമാനോടുകൂടെ എൻ്റെ റിഖായിലേക്ക് ഇഷ്ക് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. നിൻ്റെ പൊരുത്തത്തിലുള്ള തൂലുൽ ഉംറ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പുണ്യവാക്യങ്ങളെ കൊണ്ട് ഈ മുബാറക്കായ മജ്ലിസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളെ കാലിയാറോ വലിയ മോൺ മുഹമ്മദ് ജനാബ് ವೇದಿಕೆ ಬರ್ನಟ್ಟು ಕೇಟಲ್ರೆ. അതേപോലെ ഞങ്ങളോ സാഗർത്ത ഹുസൈനാജി ഞങ്ങൾ ഒരുപാട് ധാരണവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടാക്കടാൽ അതിൽ ವೇದಿಕೆ ಬರ್ನು. അതേപോലെ കൊടേജ ഇബ്രാഹിം പേരൻസ് കമ്മിറ്റിയോ കോശാധികാരി ವೇದಿಕೆ ಬರ್ನು ಕೇಟಲ್ರೆ.